എല്ലാവർക്കും ഇരിക്കാം. ഇനി രണ്ടാമത്തെ സെഷനായിട്ട് സഭയുടെ അടിസ്ഥാനപരമായ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയുമായിട്ടുള്ള ബന്ധപ്പെട്ട് നമ്മളുടെ വിശ്വാസം എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം കോൺട്രവേഴ്സി അല്ലെങ്കിൽ പ്രശ്നങ്ങളും അഭിപ്രായ തർക്കങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വാസിയായിരിക്കുക. വിശ്വാസം എന്ന് പറയുന്ന ഈ വലിയ സംഗതി ഒരു വലിയ സംഗതി അല്ല എന്ന് ഞാൻ പറയുന്നു. അതിനും അപ്പുറമാണ് സ്നേഹം. അതുകൊണ്ടാണ് പൗലോസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഇവയിൽ വലുതോ സ്നേഹം മാത്രമേ എന്ന് പറഞ്ഞാൽ വിശ്വാസം നശിച്ചു പോകുന്നതാണ്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഷോക്കായിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ? വിശ്വാസവും മനസ്സിൻ്റെ തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. സ്നേഹം ആത്മാവിലാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നതാണ് പൗലോസ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ ദൈവത്തിൽ പ്രത്യാശപ്പെടുന്നതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ ദൈവത്തിൽ നടന്നു പോകുന്നത്. നമ്മൾ പലർക്കും അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം വിശ്വാസം നിലനിൽക്കുന്നതല്ല. അവിശ്വാസിയായിരിക്കരുത്, വിശ്വാസിയായിരിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിന്റെ സ്നേഹം ആ വിശ്വാസത്തിൻ്റെ അപ്പുറത്ത് സ്നേഹം ആത്മാവിലേക്ക് ഇറങ്ങണമെന്നാണ്. ഞാൻ പറയും, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കരുത് എന്ന് തന്നെ ഞാൻ പറയും. അത് നിങ്ങൾക്ക് അതിനപ്പുറത്തെ ഷോക്കായില്ലേ? വിശ്വാസി വിശ്വസിക്കും. സ്നേഹമുള്ളവന് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തെ വിശ്വസിക്കുകയല്ല വേണ്ട, സത്യത്തിൽ അറിയുകയാണ് വേണ്ടത്. പക്ഷേ വിശ്വസിച്ചിട്ടേ അറിയാൻ പറ്റുകയുള്ളൂ. അതാണ് വേറെ പ്രശ്നം. ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഉള്ള കാര്യത്തെ എന്തിനാണ് വിശ്വസിക്കുന്നത്? എൻ്റെ ചോദ്യം മനസ്സിലായി നിങ്ങൾക്ക്? എൻ്റെ ചോദ്യമാണ്, ഇത് ചോദ്യമാണ്. ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഉള്ള കാര്യത്തെ എന്തിനാണ് വിശ്വസിക്കുന്നത്? ദൈവം സത്യമാണ്, സത്യത്തിൽ ദൈവമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ എല്ലാം മായയാണ്. എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനിങ്ങനെ കയറും, പക്ഷേ എനിക്ക് സമയമില്ല. നാസയിലെ സയൻറ്റിസ്റ്റ്, നാസ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പ്രായമുള്ള അമ്മച്ചിമാർക്ക് എളുപ്പം പിടികിട്ടിയെന്ന് മനസ്സിലായെന്ന് അറിയത്തില്ല. അമേരിക്കയിലെ നാസ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയൻറ്റിസ്റ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ലേറ്റസ്റ്റ് തിയറി എന്ന് പറയുന്നത് തിയറി ഓൺ ഹോളോഗ്രാഫിക് യൂണിവേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എൻ്റെ ക്രിയേഷൻ ഈസ് എ ഹോളോഗ്രാഫിക് ഇമേജ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സകല യൂണിവേഴ്സിലുള്ള സകല കാര്യങ്ങളും ഒരു ഇമേജ് മാത്രമാണ്. അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പോലും ഇല്ലെന്ന് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമ്മളൊന്നും കാണുന്നില്ലേ? പക്ഷെ അവർ സ്റ്റഡി ചെയ്തത് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും മൂവ്മെൻറ്റ്സ് അടിസ്ഥാനത്തിലാണ്. അല്ല, ഇലക്ട്രോൺ പാർട്ടിക്കിളാണോ വേവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുമല്ല എന്ന് പറയേണ്ടി വരും. രണ്ടുമല്ലാത്ത സ്ഥിതിക്ക് ഇലക്ട്രോൺസ് മൂവിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ മാറ്ററിൻ്റെയും ഇലക്ട്രോൺസ് എവിടെയൊക്കെയോ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മേശ ഇവിടെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കങ്ങനെ എനിക്ക് ഭ്രാന്താന്ന് നിങ്ങളിപ്പം പറയും. പക്ഷേ സയൻറ്റിസ്റ്റിക് എക്സ്പ്ലനേഷനാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് ഗ്രഹിക്കുന്നതിനപ്പുറമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, വിശ്വാസത്തിനപ്പുറമാണ് സ്നേഹം. ദൈവത്തെ വിശ്വസിക്കുന്നതിനേക്കാളിൽ കൂടുതൽ ദൈവത്തെ അറിഞ്ഞാൽ വിശ്വാസം നീങ്ങിപ്പോവും. അതാ പൗലോസ് പറയുന്നത്, വിശ്വാസവും പ്രത്യാശയും നീങ്ങിപ്പോവും, സ്നേഹം അവിടെ നിൽക്കും. അങ്ങനെ ദൈവത്തെ അറിഞ്ഞുള്ള വിശുദ്ധന്മാരുടെ ഒരു സംഘമാണ് സഭ എന്ന് പറയുന്നത്. നമ്മളും വിശുദ്ധന്മാരാണ്. വിശുദ്ധി അല്ലെ പരിശുദ്ധൻ അല്ലെ പരിശുദ്ധ എന്ന് ഒരുപാട് പേരെ നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്ത് പ്രഖ്യാപിക്കാറുണ്ട്. പരിമള തിരുമേനി അങ്ങനെ ഒരു ഡിക്ലെയർഡ് സെയിൻ്റാണ്. സത്യത്തിൽ അങ്ങനെ ഒരു ഡിക്ലറേഷൻ്റെ ആവശ്യമൊന്നുമില്ല തിരുമേനിക്ക്.
അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് അങ്ങനെ ഒരു ഡിക്ലറേഷൻ്റെ ആവശ്യമേ ഇല്ല. കർത്താവിന് 12 സ്ത്രീയന്മാരെ ആരെയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ അവരെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ എന്തായ പൗലോസ്ലീഹ എന്ന് പറയുന്നത്? പരിശുദ്ധനായ പൗലോസ്ലീഹ എന്ന് പറയാം, പരിശുദ്ധനായ പത്രോസ്ലീഹ, പരിശുദ്ധനായ യാക്കോബ്. ആരും ഡിക്ലെയർ ചെയ്തിട്ടില്ല. വിശുദ്ധന്മാരെ ആരും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ വിശുദ്ധി ദൈവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ട്. അതവിടെ വിശുദ്ധി നിത്യമാണ്. വിശുദ്ധി ദൈവത്തിൻ്റെ ഒരു ഫീച്ചറാണ്, നിത്യത ദൈവത്തിൻ്റെ ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധി എന്നുള്ളത് എന്ന് പറയുന്ന അവസ്ഥാവിശേഷം സത്യവും എന്നേക്കുമുള്ളതുമാകിയാൽ അതിനെ ആരും പ്രത്യേകിച്ച് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും സത്യത്തിലില്ല. പിന്നെ സഭയുടെ ഒരു കെട്ടുറപ്പിൻ്റെ ഭാഗമായിട്ട് അതിനെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ പരിമളത്തിനേയുടെ വിശുദ്ധിയുടെ ഇതിനൊരു വിശുദ്ധിയുടെ അളവ് പോലൊന്നുമില്ല. പരിമൾ തിരുമേനിയേക്കാൾ വിശുദ്ധരെന്നോ പരിമൾ തിരുമേനിയേക്കാൾ കുറഞ്ഞ വിശുദ്ധരെന്നോ അങ്ങനെ ഒരു അളവ് പോലൊന്നും വിശുദ്ധിക്കില്ല. ഒരു തുള്ളി വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളമാണോ ഒരു ഗ്ലാസ് വെള്ളത്തിനാണോ അതിൻ്റെ H2O കണ്ടന്റ് കൂടുതലുള്ളത് കുറവുള്ളതെന്ന് വല്ലതും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. എന്ന് പറയുന്നത് പോലെ ദൈവത്തിൽ ആത്മാവിനെ ആത്മാവോട് അറിഞ്ഞവൻ, അതുകൊണ്ടാണ് ഈ ആത്മാവിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞത്, അറിഞ്ഞവൻ അതിൽ ലയിച്ചിരിക്കുക. അപ്പോൾ ആ വിശുദ്ധി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെയൊക്കെ ഒരു സന്തോഷത്തിനും സഭയുടെ ഒരു കെട്ടുറപ്പിനും ഒക്കെ ആയിട്ട് ഈ ഡിക്ലറേഷൻ പദ്ധതി ഇടയ്ക്കിടെ ഉണ്ട്. പക്ഷേ ഇത് സത്യത്തിൽ ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. വിശുദ്ധന്മാരെ ആരും ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. സത്യത്തിൽ അവർ ഡിക്ലെയർഡ് ആണ്. അവിടെ ആത്മാവിൽ തന്നെ ദൈവം ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത എന്ന് പറയുന്ന കാര്യം നമുക്ക് ആവശ്യമുണ്ടോ? എല്ലാവരും ഒന്ന് പറയുന്ന പെട്ടെന്ന് എടുക്കുന്ന ഒരു വേറെ ഭാഗം ഏതാണെന്നറിയോ? നിങ്ങളെല്ലാവരെയും കുഴച്ചു കളയുന്ന ഒരു സംഗതിയാണ്. തീമോത്തിയോസ് 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യമാണെന്ന് തോന്നുന്നു. പരിശുദ്ധനായ പൗലോസ് തീമോത്തിയോസ് ലേഖനം 2-ാം അധ്യായം അത് തന്നെ ആ വാക്യം എന്ന് പറഞ്ഞു. ഒന്ന് തീമോത്തിയോസാണ്, 2 തീമോത്തിയോസാണ്. ആ വാക്യം വായിച്ചോളൂ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. എനിക്ക് ഉറപ്പാണ്, ഒന്നുകിൽ ഈ വാക്യവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവും. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി യേശു ക്രിസ്തു ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ മധ്യസ്ഥത? കർത്താവിനോട് നേരിട്ട് പറഞ്ഞാൽ പോലെ കർത്താവിനേക്കാൾ വലിയ മധ്യസ്ഥനുണ്ടോ? നിങ്ങളെന്ത് പറയും? ഉണ്ടോ? ഇല്ല. പിന്നെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ? ഞാനും അതാ ചോദിക്കുന്നു. യേശു ക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാണ് പരിശുദ്ധ പെരുന്നാൾ നടത്തുന്നത്? പെരുന്നാൾ നടത്തിക്കോളൂ. അത് പറ്റിയേക്ക. അച്ഛനോട് ഞാൻ പറയാം. അച്ഛൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വർഷത്തെ സ്നേഹബന്ധം പോലെ ഞങ്ങൾ കഴിയും ഒരു ഫാമിലിയുടെ കൂട്ട്. നിർത്തട്ടെ. നിങ്ങൾക്ക് ഈ വിശ്വാസമില്ല, പിന്നെ എന്തിനാ പരിപാടി നടത്തുന്നത്? ചിരിച്ചു കാണിച്ചാൽ പറ്റത്തില്ല കാര്യം. ഇത് കഴിഞ്ഞ സെഷൻ പോലല്ല, ഞാൻ അങ്ങോട്ട് പല കാര്യങ്ങളും ചോദിക്കും. എന്ത് കുറച്ച് പറ, ചെറുതായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കേൾക്കണം. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് മധ്യസ്ഥതയുടെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ഓർമ്മ മാത്രം നടത്തുന്നുള്ളല്ലോ. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറയട്ടെ. നാളെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടോ അച്ഛാ? ഉണ്ടോ? നാളെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ടോ? ഇല്ലേ? നിങ്ങൾ ബുദ്ധിമാന്മാരാണ്.
ഇവിടെ നടത്തിയിട്ടേ ഇല്ലേ പരമേശ്വര ഒരു തിരുമേനിയുള്ള മധ്യസ്ഥത? അതുകൊണ്ട് ഇവിടെ ടേപ്പ് വെച്ച അതാണല്ലോ ഇവിടെ. ഇച്ചിരി മുമ്പ് ടിജു വെച്ചൻ നല്ല ശബ്ദത്തിൽ ഇങ്ങനെ തിരുമേനി ഇതിനാ പറഞ്ഞ് എൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. കർത്താവേ, ബാക്കി വരുന്നില്ലല്ലേ? അത് തന്നെ കുഴപ്പം. അതുകൊണ്ടാണ് അത് നടത്തുന്നത്. ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന പരിശുദ്ധനായ യേശു ക്രിസ്തുവേ, അപ്പോ അനുഗ്രഹിക്കണമെന്നേ പറയാവൂ. അപ്പോൾ അപേക്ഷിക്കണമെന്ന് പറയണ്ട. അതെന്താ? ദൈവനായോണ്ടാണ്. ദൈവം രണ്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ. ദൈവമായിട്ട് അടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളപ്പോൾ അകലെയാണോ? ആ, തിരുമേനി. അപ്പം നിങ്ങൾ അതിന് അളവ് പോലെ വെച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ സാധനം അതൊക്കെ അറിയാൻ പറഞ്ഞത്. ഇതൊക്കെ വരുമെന്ന് എനിക്കറിയാം. അമ്മ പ്രാർത്ഥനയും ഉപവാസം ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് നിന്ന് ഞങ്ങൾ അത്രയൊന്നും അടുക്കാനായിട്ട് താല്പര്യമില്ല. ഞങ്ങൾ ഇനി ദൈവം ഉച്ചയ്ക്ക് കുത്തിയിരുന്നാലും ഞങ്ങൾ അടുക്കത്തുമില്ല. ഇവർ ഇടയ്ക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പരിപാടികളെല്ലാം നടത്തിക്കോളാം എന്നുള്ളതാണ്. അപ്പം ഇതിനെപ്പറ്റി ചോദിച്ച് വെറുതെ സമയം കളയുന്നില്ല. ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വരും. ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചിരുന്നോണം. ഇത് വലിയ തിയോളജി ഒന്നുമല്ല, പക്ഷേ തിയോളജിയാണ്, വേദശാസ്ത്രമാണ്. വളരെ അഗാധമായൊരു സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നാൽ ആർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ, ആർക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായൊരു കാര്യമാണ്. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. വിശുദ്ധൻ ആരാണ് വിശുദ്ധൻ? വിശുദ്ധിയുടെ പൂർണ്ണത ആർക്കാണുള്ളത്? ദൈവത്തിനാണ്. ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ശുദ്ധൻ നീ എന്ന് പാടുമ്പോൾ അവനേ ഉള്ളു ശുദ്ധി, വേറെ ആർക്കില്ല എന്നില്ല. എന്നാൽ പരിശുദ്ധിയുടെ പൂർണ്ണത, പരിശുദ്ധതയുടെ പൂർണ്ണത ആരിലാണ്? ദൈവത്തിലാണ്. ദൈവമേ ശുദ്ധിയാണ്, ശുദ്ധിയേ ദൈവമാണ്. ശുദ്ധതയുടെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കുന്നത്? ശുദ്ധതയുടെ പൂർണ്ണത മുഴുവൻ ദൈവത്തിലാണ്. അതുകൊണ്ടാണ് ദൈവത്തെ പരിശുദ്ധനായ എന്ന് പറയുന്ന സത്യത്തിൽ ശരിയല്ല. കുർബാനക്കിടയിൽ നമ്മൾ ചൊല്ലാറില്ലേ, അപ്പവീഞ്ഞുകൾ എലവേറ്റ് ചെയ്യുമ്പോൾ, ഉയർത്തുമ്പോൾ അതെന്തിനെ സൂചിപ്പിക്കുന്നതെന്നറിയാമോ? അപ്പവീഞ്ഞ് കുർബാനയുടെ ഓരോ സംഗതികളും കർത്താവിൻ്റെ ജീവിതം മുഴുവനുണ്ട്. അപ്പവീഞ്ഞുകൾ ഉയർത്തുന്നത് എന്തിനെ കാണിക്കുന്നതാണെന്ന് അറിയാമോ? സ്വർഗാരോഹണത്തെ കാണിക്കുന്നത് അല്ലേ? കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ചിരുന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? തൻ്റെ തിരുമേനിയുടെ അമൂല്യമായ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ചുവന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്ന ജീവനുള്ള വിശുദ്ധരുമായ നമ്മോടുകൂടെ. അപ്പോൾ അവിടെ പറയുന്ന പരിശുദ്ധനായ പിതാവ്, പരിശുദ്ധനായ പുത്രൻ. സത്യത്തിൽ അത് ഭാഷയുടെ ഒരു പരിമിതിയാണ്, അല്ലാതെ പറയാൻ പറ്റുന്നില്ല. ഞാനതിനെ പറ്റുന്ന പരിശുദ്ധനാകുന്നെന്ന് പറയും. എന്തുകൊണ്ടാണ് പരിശുദ്ധനായ എന്ന് പറയുന്ന പദപ്രയോഗത്തിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഈ മർമ്മം അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ വാക്യങ്ങളിട്ട് ആകെ സംശയാലുക്കളായി പോകുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു കാന്തം ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്നു, വലത് കൈയിൽ ഒരു ഇരുമ്പാണി ഞാൻ പിടിച്ചിരിക്കുന്നു. ഇരുമ്പാണി കാന്തത്തിലോട്ട് ചേർത്ത് വയ്ക്കേണ്ട, അടുത്ത് കൊണ്ടുവരുമ്പോൾ കാന്തം അതിനെ ആകർഷിക്കുന്നു. അപ്പോൾ ഇരുമ്പ് എന്തായിത്തീരുന്നു? കാന്തത്തിൻ്റെ ഫീച്ചേഴ്സ് ഇരുമ്പിലേക്ക് വരും അല്ലേ? ഇരുമ്പ് തന്നെ. ഇതുപോലെയാണ് ദൈവത്തിന് മനുഷ്യനുമായിട്ടുള്ള ബന്ധവും. ദൈവവുമായി ചേരുമ്പോൾ ദൈവത്തിൻ്റെ ഫീച്ചേഴ്സ് അവനിലേക്ക് വരികയും, എന്നാൽ മനുഷ്യൻ തന്നെ, ആ മണ്ണ് തന്നെ.
ഇപ്പം ചേർത്ത് വെച്ച് കഴിയുമ്പോൾ കാന്തത്തിനോട് ഒട്ടി ഇരുന്ന് കഴിയുമ്പോൾ ഈ ഇരുമ്പ് കാന്തമായ ഇരുമ്പ് അല്ലേ? അല്ലേ? കാന്തമാണോ? എന്നാൽ കാന്തത്തിൻ്റെ ഫീച്ചറുണ്ടോ? ഉണ്ട്. ഇതേന്ന് മാറ്റിക്കഴിഞ്ഞാൽ വെറും ഇരുമ്പാണ്. ചേർത്ത് വെച്ച് കഴിയുമ്പോൾ കാന്തമായ ഇരുമ്പ്. വിശുദ്ധിക്കുള്ള തലവും ഇതുപോലെയാണ്. ദൈവം ശുദ്ധിയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവാണ്, ഒരു എസൻസ് ആണ്. അല്ല നമ്മളൊരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ മനസ്സിൽ കാണരുത് ദൈവത്തെ. അതൊരു എസൻസാണ്. ആ എസൻസിലേക്ക് നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ ശുദ്ധി നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും, ഒഴുകും. അപ്പോൾ പരിശുദ്ധി ദൈവം, ദൈവം പരിശുദ്ധി. മനുഷ്യൻ ആ പരിശുദ്ധിയിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ പരിശുദ്ധനായ കാന്തമായ ഇരുമ്പെന്ന് പറയുന്ന പോലെ പരിശുദ്ധനായ മനുഷ്യൻ, അല്ലെ പരിശുദ്ധയായ സഭ. ദൈവത്തോട് ആര് ചേർന്നാലും അത് അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് പരിശുദ്ധനായ പരിമൽ തിരുമേനി എന്ന് പറയുന്നത്. പരിശുദ്ധനായ ദൈവം എന്ന് പറയുമ്പോൾ തെറ്റല്ലേ? ഇനി നിങ്ങൾ പറഞ്ഞു, ദൈവം ആരാലും പരിശുദ്ധനാക്കപ്പെട്ടവനാണോ? അല്ല. പക്ഷെ കാന്തത്തിൻ്റെ പരിശുദ്ധി, കാന്തത്തിൻ്റെ കാന്തത്താൽ ഇരുമ്പ് കാന്തമാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധിയാൽ ഈ സൃഷ്ടിയും മനുഷ്യരും പരിശുദ്ധരാക്കപ്പെട്ടവരാണ്. അപ്പം പരിശുദ്ധയായ സഭ, പരിശുദ്ധനായ പരിമൽ തിരുമേനി, പരിശുദ്ധയായ മാതാവ്, പരിശുദ്ധനായ ഗീവർഗീസ്, പരിശുദ്ധയായ അമർത്തസ്മിനി, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ പരിശുദ്ധനായ ദൈവം എന്ന് പറഞ്ഞാൽ അത് ഭാഷാ അടിസ്ഥാനത്തിൽ തെറ്റാണ്. പക്ഷെ ഭാഷാ അടിസ്ഥാനമല്ല. പിതാക്കന്മാർ അത് എഴുതി വെച്ചപ്പോൾ ഇവർക്കത് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, വേറെ മാർഗമില്ല. ഇതാണ് ഭാഷയുടെ പരിമിതി എന്ന് പറയുന്നത്. ദൈവം ഭാഷയ്ക്കപ്പുറമുള്ളവനാണ്. നമ്മൾ 1000 ഹാലേലൂയ ഉച്ചത്തിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആത്മാവിൽ ശാന്തമായി നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി നിറഞ്ഞങ്ങ് നിൽക്കുന്നത് 1000 അട്ടഹാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. ഭാഷ കൊണ്ട് ദൈവത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാലും സാധ്യമല്ല. പിന്നെ ഭാഷ കൊണ്ട് നമുക്ക് എന്താ നേടിയെടുക്കാൻ പറ്റുന്നത്? എൻ്റെ ഭാഷ കൊണ്ട് ഞാൻ ശബ്ദമാണ് ഈ വെളിയിലേക്ക് വരുന്നത്. ഇത് വെറും വോയിസ് ഫ്രീക്വൻസീസാണ്. തമിഴ്നാട്ടിൽ ചെന്ന് ഈ മലയാളം പറഞ്ഞാൽ അവർക്ക് പിടികിട്ടത്തില്ല, അവർക്കൊന്നും മനസ്സിലാക്കില്ല. അല്ലെങ്കിൽ ഒരു ചൈനക്കാരൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എന്തു അതുകൊണ്ട് പ്രയോജനം? ആ വളരെ സ്ഫുടമായിട്ടാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? എന്ത് പ്രയോജനം? അപ്പം ഭാഷ മനസ്സിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രയോഗമാണ്. ആത്മാവിൽ അതിന് സ്ഥാനമൊന്നുമില്ല. ആത്മാവിൽ സ്ഥാനം അകത്തെ ഇന്ദ്രിയമാണ്. അവിടെ സൈലൻസേ ഉള്ളൂ, അവിടെ ഭാഷയില്ല, അവിടെ ശബ്ദമില്ല, അവിടെ മൗനമാണ്. അവിടെ മൗനമാണ്, മൗനം മാത്രമാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ പിതാക്കന്മാർ മൗനത്തിൻ്റെ ദർശനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ആശ്രമത്തിലെ മൈലപ്ര മാത്യു സംഭാഷൺ ഒരു മൗനി ആയിരുന്നു. മൗന വ്രതം എടുക്കുന്ന ആളായിരുന്നു. 1 വർഷമൊക്കെ മൗനം എടുത്തിട്ടുണ്ട്. മൗനം. അതുകൊണ്ട് അങ്ങനെ മൗനം എടുക്കുന്നവരെയാണ് നമ്മൾ മുനിമാർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ അറിയുന്നവർ മുനിമാരാണ്. മൗനത്തിലാണ്. മൗനത്തിൽ സംഭാഷണങ്ങളുണ്ട്. അത് ആത്മാവും തമ്മിലുള്ള സംഭാഷണമാണ്. അങ്ങനെയുള്ളവർക്ക് മനുഷ്യരുമായിട്ടും വലിയ വർത്തമാനങ്ങളൊന്നും ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആത്മവ്യാപാരത്തിലുള്ള മണ്ഡലമാണ്. അപ്പോൾ ഇത് ഭാഷയുടെ പരിമിതിയാണ്. ഇങ്ങനെ അത് പിതാക്കന്മാർക്ക് ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി മാക്സിമം പറയാൻ പറ്റുന്നത്, ഞാനതിനെ പിന്നെ പറയുന്നത് പരിശുദ്ധനാകുന്ന പിതാവ്, പരിശുദ്ധൻ ആകുന്ന പിതാവ്, പരിശുദ്ധനേ ആകുന്നു അവൻ ആരാലും ആക്കപ്പെട്ടവനല്ല. അപ്പോൾ ശുദ്ധി എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത്, പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ഈസ് ഈക്വൽ ടു ശുദ്ധി, ശുദ്ധി ഈസ് ഈക്വൽ ടു ദൈവം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ശുദ്ധി പൂർണ്ണതയാണല്ലോ. പൂർണ്ണതയിൽ വല്ലതും കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ എന്ന് പറയുന്നു? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പൂർണ്ണതയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും കുറയ്ക്കാനോ പറ്റുമോ? മനസ്സിലായോ? പൂർണ്ണത എന്തുവാ?
പൂർണ്ണമായിരിക്കുന്നതിന് കൂട്ടാനാണെങ്കിൽ അത് പൂർണ്ണതയല്ല. എന്തോ ഒന്ന് കുറഞ്ഞിരിക്കുന്നതുകൊണ്ടല്ലേ അത് കൂട്ടാൻ പറ്റുന്നത്. അപ്പോൾ അത് പൂർണ്ണതയല്ലല്ലോ. പൂർണ്ണതയായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും, പക്ഷെ അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. മനസ്സിലായോ? വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. പൂർണ്ണതയിൽ നിന്ന് എടുക്കാൻ പറ്റും, പക്ഷെ കുറയ്ക്കാൻ പറ്റില്ല. അത് ഈ ലോകത്തിൽ ഒരു ഉദാഹരണം നമുക്ക് കാണിച്ചെടുക്കാൻ പറ്റത്തില്ല. മാക്സിമം എയറോ അല്ലെങ്കിൽ സമുദ്രത്തിലെ വെള്ളമോ പറ്റിയേക്കും. നമുക്ക് സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നമ്മുടെ കയ്യിലേക്ക് എടുക്കുക, സമുദ്രത്തിന് വെള്ളം കുറഞ്ഞു, ഒന്നോ കുറഞ്ഞു. സത്യത്തിൽ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉദാഹരണം അതേ പറയാൻ പറ്റത്തുള്ളൂ. അത്രയും കുറഞ്ഞിട്ടുണ്ട് അവിടെ. വായുവിൽ നിന്ന് നമ്മൾ ഓക്സിജൻ എത്രയോ വലിച്ചെടുക്കുന്നു, നല്ല കുറവുള്ളൂ. ഇതാണ് പൂർണ്ണത. പൂർണ്ണതയിലേക്ക് ഒന്നും ആഡ് ചെയ്യാനും പറ്റത്തില്ല, ഒന്നും കുറയ്ക്കാനും പറ്റത്തില്ല, പക്ഷെ എടുക്കാൻ പറ്റും. ദൈവം ശുദ്ധിയുടെ പൂർണ്ണതയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി 1/2 പൗണ്ട് കൂടിയിട്ടൊന്നുമില്ല അവിടെ. 1000 പേരങ്ങോട്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ 1000 പൗണ്ട് വിശുദ്ധി ദൈവത്തിന് കൂടി ഒന്നുമില്ല. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ എന്തെങ്കിലും സംഭവിക്കണമല്ലോ, അല്ല പിന്നെ പ്രാർത്ഥന വ്യർത്ഥമാവുമല്ലോ. പിന്നെന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? എന്തായിരിക്കും സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലേ? എങ്കിൽ കൗമായി നിർത്തിക്കോളൂ. കൗമാങ്ങളിനി പ്രാർത്ഥിക്കല്ലേ? എന്താണ് സംഭവിച്ചത്? ഏത് പറഞ്ഞോളൂ. ശരിയാണ്, ലഭിക്കുകയാണ്. ലഭിക്കുമല്ല, ഇത് ഒഴുക്കാണ്. നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാമെന്ന് പറയുമ്പോൾ ആ ദൈവിക ശുദ്ധിയിൽ നിന്ന് ആ ശുദ്ധി നമ്മളിലേക്ക് ഒഴുകുകയാണ്. നമ്മൾ ശുദ്ധിയാവുക ചെയ്തത്. അവിടെ കുറയുന്നില്ല. അതാ പറയുന്നത് എടുക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥാവിശേഷത്തെയാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ ശുദ്ധി നമ്മളിലേക്ക് എടുത്തെടുത്തെടുത്ത് നമ്മൾ വിശുദ്ധരാകുകയാണ്. നമ്മളെല്ലാവരും വിശുദ്ധരാകും, കരുണത്തിന് വേണ്ടി മാത്രമല്ല. പക്ഷേ ഈ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അശുദ്ധി കാണിക്കുമ്പോൾ വിശുദ്ധിയിൽ സന്തോഷിക്കുന്നവർ വിഷമിക്കും. അത്രയുള്ളൂ. നമ്മളെല്ലാം ശുദ്ധിയുള്ളവരാണ്. നമ്മുടെ ആത്മാവ് ശുദ്ധമാണ്, ഒരു സംശയം വേണ്ട. എല്ലാ സൃഷ്ടികളിലെല്ലാ ആത്മാവും നിത്യ ശുദ്ധ ബ്രഹ്മമാണ്. അതെല്ലാം ഒന്നും അഴുക്കാക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സുകൊണ്ട് അതിൻ്റെ വ്യാപാരത്തെ തടുക്കാൻ പറ്റും. നിങ്ങളെല്ലാം ഉള്ളിലിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, അല്ലെങ്കിൽ അതിൻ്റെ അംശമാണ്. പരിശുദ്ധാത്മാവിനെ ആർക്കും അശുദ്ധമാക്കാൻ പറ്റില്ല. അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, അത് അങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ അതിൻ്റെ മേളിൽ ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളൊക്കെ ഇട്ട് നമ്മുടെ അഴുക്കൊക്കെ ചേർത്ത് വെച്ച് അതിനെ മൂടി വെച്ചേക്കുക. അതിൻ്റെ സാധ്യതകൾ പുറത്തേക്ക് വരുന്നില്ല. ആ സാധ്യതകൾ പുറത്തേക്ക് കൊണ്ടുവന്നവനാണ് പരിമൽ തിരുമേനി. കൊണ്ടുവന്നവനാണ്. കാരണം ലോകത്തിൻ്റെ വ്യാപാരത്തിൽ, മനസ്സിൻ്റെ വ്യാപാരത്തിൽ മുഴുകിയിരുന്നില്ല. ശരീരത്തിൻ്റെ സൗന്ദര്യ പേടകത്തിൽ അവൻ മതിമറന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മാവ് വെളിയിലേക്ക് വന്നു. ആത്മാവ് ഉള്ളിലിരിക്കുന്ന നമ്മളുടെ ഉള്ളിൽ അതേ സാധനം ഇരിപ്പുണ്ട്, അതേ ശുദ്ധിയുള്ള സാധനം ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. പരിമല തിരുമേനിയെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അനേകർ അവൻ്റെ അടുത്തേക്ക് ചെയ്യുന്നു. ഇപ്പോഴും ആ ആത്മാവ് തന്നെയാണ് അവിടെ ഉള്ളത്, ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ജനം അങ്ങോട്ട് ഓടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ശുദ്ധി, ദൈവം പൂർണ്ണനാണ് ശുദ്ധിയുടെ. പിതാവ് പുത്രൻ പരിശുദ്ധവാന്ന് എന്ന പൂർണ്ണതയിൽ വേറൊരു വലിയ മർമ്മം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്നാലേ ഈ വാക്യത്തിന്റെ അർത്ഥം പിടികിട്ടത്തുള്ളൂ. സൃഷ്ടി, അതാ പറയുന്നത്, അല്പം വേദശാസ്ത്രം വരുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. എന്നാലും മനസ്സിലാക്കാൻ പറ്റാത്തതൊന്നുമല്ല, അറിയണം. സൃഷ്ടി എവിടെയാണ് നടന്നത്? ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. വിശ്വസിക്കുന്നു? ആണല്ലോ, വിശ്വസിക്കുന്നു. വിശ്വസിക്കാത്തവർക്ക് ഇനിയിപ്പോൾ എനിക്കറിയാൻ എന്ത് ചെയ്യാൻ പറ്റും. ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. സൃഷ്ടി എവിടെയാണ് നടന്നത്? ലോകത്തിലോ അതോ ദൈവത്തിലോ? കൺഫ്യൂഷൻ. ഈ വേദപുസ്തകം ഞാൻ എഴുതിയാണെന്ന് വിചാരിക്കുക. അല്ലെ പോട്ടെ, വേദപുസ്തകം ഞാൻ എഴുതിയല്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഈ മൊബൈൽ ഫോൺ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുക. ഇപ്പം എൻ്റെയാണിത്.
അല്ലേ? ഈ സാധനം ഞാൻ മേശപ്പുറത്തോട്ട് ഇങ്ങനെ വയ്ക്കുന്നു. എന്നിൽ നിന്ന് ഇത് ഡിറ്റാച്ച്ഡായി. ഇപ്പം ഞാനിതുമായിട്ട് ബന്ധമില്ല. വസ്തുപരമായി ഞാനും ഈ മൊബൈലുമായിട്ട് ബന്ധമില്ല. എൻ്റെ സൃഷ്ടിയാണ്, പക്ഷേ ഞാനും ഈ മൊബൈലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നത്. ദൈവം സർവ്വവ്യാപിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. സർവ്വവ്യാപിയാണ്. സ്വർഗത്തിലേക്ക് കയറിയാൽ അവിടെ, പാതാളത്തിലേക്ക് എന്നാൽ അവിടെ ഇതിൻ്റെ അധികാരമാണ്. അപ്പൊ സർവ്വവ്യാപിയായ ദൈവം എവിടെയാണ് സൃഷ്ടി നടത്തിയത്? ലോകത്തിലോ? അപ്പൊ ലോകം ദൈവത്തിലല്ലായിരുന്നു. ലോകം എന്ന് പറഞ്ഞാൽ എന്തുവോ? കുറച്ച് പേർക്ക് ഉറക്കം വരും, സാരമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗൗരവം പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നതിൻ്റെ? ദൈവം സർവ്വവ്യാപിയാണ്. എല്ലായിടത്തും ദൈവമുണ്ട്. ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ ദൈവത്തിന് വെളിയിലോ ദൈവത്തിനകത്തോ ഇത് സംഭവിച്ചത്. നിങ്ങളൊരു സെതറായുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശൂന്യതയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ശൂന്യതയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്യും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്തോ ഈ ഒന്നുമില്ലാത്ത അവസ്ഥ? പരമദരിദ്രരായിരുന്ന ഞങ്ങളുടെ അവസ്ഥാവിശേഷത്തിൽ നിന്ന് സമ്പത്തും അനുഗ്രഹവും കപ്പയും മീനും ഒക്കെ തന്ന് ഞങ്ങളെ വയറ് പോറ്റി നിറയ്ക്കുകയും ചെയ്ത എന്നാണോ എൻ്റെ അർത്ഥം? എൻ്റെ ദൈവമേ, ഞങ്ങൾ ചിന്തിച്ചോളല്ല കേട്ടോ. ശൂന്യത എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു വേദശാസ്ത്ര സത്യമാണ്. ഐ വുഡ് സേ, ഞാൻ പറയും, ഗാഡ് ഈസ് എ ബിഗ് സീറോ. ദൈവം ഒരു പൂജ്യമാണ്. എന്തുകൊണ്ടെന്നാൽ the only perfect number is 0. പൂജ്യം മാത്രമാകുന്നു പൂർണ്ണതയുടെ നമ്പർ. വേറെ എല്ലാ നമ്പരും അപൂർണമാണ്. ഒന്ന് എഴുതിക്കോളൂ നിങ്ങൾ. ഒന്ന് ഒരു സൈഡ് അങ്ങോട്ടും പോകും, ഒരു സൈഡ് ഇങ്ങോട്ടും പോകും. 2 എഴുതിക്കോളൂ, 3 എഴുതിക്കോളൂ, ഏതും ഒന്നിക്കത്തില്ല. 8 മാത്രം വളച്ച് കുളച്ച് ഒപ്പിച്ചെടുക്കണം. പൂർണ്ണതയുടെ ഒരു അപൂർണ ഭാവമാണ് 8. അതുകൊണ്ടായിരിക്കും പറയാൻ ദൈവവും മനുഷ്യൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സൃഷ്ടി ഒരു 8ന്റെ അവസ്ഥയാണ്. കുറച്ച് ദൈവമുണ്ട്, വളഞ്ഞു വളഞ്ഞിരിക്കുകയാണ്, ഇല്ലേ? അതുകൊണ്ടാണ് ഒരു ചൊല്ല് തന്നെ വന്നിരിക്കുന്നത്, 8ഉം പൊട്ടും തിരിയാത്തവരെന്ന്. 8ഉമില്ല, പൊട്ടുമില്ല, ദൈവവുമില്ല, മനുഷ്യനും അല്ലാത്ത അവസ്ഥ. ഈ പൂർണ്ണത പൂജ്യത്തിലാണ്. ഈ പൂജ്യം ശൂന്യതയാണ്. ആ ശൂന്യത നിറവാണ്. ആ ശൂന്യതയിലാണ് മുഴുവൻ പെർഫെക്ഷനും. ആ ശൂന്യതയാണ് ശാശ്വതം. ആ ശൂന്യതയാണ് സന്തോഷം. ആ ശൂന്യതയാണ് പരമാനന്ദം. ആ ശൂന്യതയാണ് സ്വസ്ഥത. ആ ശൂന്യതയിലേക്കാണ് ശരീരം മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെയാണ് സൃഷ്ടി ഉണ്ടായത്. മനസ്സിലായോ? അപ്പുറത്ത് വേറെ സാധനം കൂടെ പറയാനുണ്ട്. ഇത്രയും ശരിക്കും മനസ്സിലായെങ്കിലേ അടുത്ത പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ശൂന്യത എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ കാശില്ലാത്ത അവസ്ഥയ്ക്കല്ല. അങ്ങനെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ശൂന്യതയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകുന്നില്ലെന്ന് ആരോ പറഞ്ഞുകൊണ്ടാണ് പുതിയ തക്സായിൽ വേറൊരു രീതിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒന്നുമില്ലായ്മയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് സന്തോഷമായി. ശരിയാ, ഞാൻ വിചാരിച്ചത് തന്നെ കാര്യം. ഇംഗ്ലീഷിലത് God who has brought us out of nothingness into existence എന്നാണ്. ഒന്നുമില്ലാത്ത അവസ്ഥ, ഈ നത്തിങ്നെസ്, അതാണ് ശൂന്യത. ഈ ശൂന്യതയിലേക്കാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ പ്രവേശിക്കുന്നത് കേട്ടോ. അതൊരു സുഖമാണ്, കാരണം അതൊരു പൂർണ്ണതയാണ്. മനസ്സിലായില്ല? നിങ്ങൾ സുഷുപ്തിയിലേക്ക് വീഴുമ്പോൾ, നിങ്ങൾ ഗാഠനിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്? അവിടെ നിങ്ങൾക്ക് 1 കോടി രൂപ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് വേണ്ട. നേരം വേണോ? വേണ്ട. ഉറങ്ങട്ടെന്ന് പറയും. ഈ ലോകത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒറ്റ സാധനമേ ഉള്ളൂ.
ഉറക്കം. 2 ദിവസം ഉറങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ തരാമെന്ന് പറയുകയാണ്. 2 മാസത്തേക്ക് ഉറങ്ങരുത്. നടക്കൂ. നിങ്ങൾ വേണ്ടെന്ന് പറയും. കാരണം പറ്റൂല, ഉറങ്ങിയേ പറ്റൂ. കാരണം അത്രയ്ക്ക് സുഖമുള്ളൊരു പരിപാടിയാണ്. അത് ശൂന്യതയാണ്. ആ ശൂന്യതയിൽ സ്വസ്ഥതയുണ്ട്, ആ ശൂന്യതയിൽ സമാധാനമുണ്ട്, ആ ശൂന്യതയിൽ ആനന്ദമുണ്ട്. ഇതിനെയാണ് പറുദീസ എന്ന് പറയുന്നത്. ഇതാണ് സ്വർഗം. വേറെ എന്താ? അല്ല അവിടെ മാനർച്ചി വെട്ടി വെച്ചിട്ടൊന്നുമില്ല സ്വർഗത്തിൽ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഈ സാധനമാണ് ശൂന്യത. ഇതാണ് ശൂന്യത എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിനുമാണ് ശൂന്യത എന്ന് പറയുന്നത്. അവിടുന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്. ശൂന്യതയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചു. പക്ഷേ നമ്മൾ വ്യാപാരങ്ങളിലേക്ക് കയറി നമ്മൾ ശേഖരിക്കാൻ തുടങ്ങി. അപ്പം ശൂന്യത പോയി. ഏത് പോയി? സ്വസ്ഥത പോയി. അതുകൊണ്ടാണ് പറഞ്ഞത് ശൂന്യതയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും. അപ്പം ഈ ശൂന്യത എവിടെയാണ്? അതാണ് ദൈവം. ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ ഈ ശൂന്യത എവിടെയാണ്? ദൈവം 0 ആദ്യമില്ല അന്തമില്ല, ഇങ്ങനെ. ആ ശൂന്യതയിൽ എവിടെയാണ് സൃഷ്ടി നടന്നത്? സൃഷ്ടി എവിടെ നടന്നത്? പറഞ്ഞോളൂ. ദൈവത്തിൻ്റെ ഉള്ളിൽ തന്നെ. അതിൻ്റെ വലിയ തിയോളജിയൻസൊക്കെ നിങ്ങൾ തന്നെ. എന്തിനാ വലിയ ഡോക്ടറേറ്റൊക്കെ എടുക്കണേ? വലിയ തിയോളജിയായിട്ടും പറഞ്ഞത് ശൂന്യത ദൈവത്തിൻ്റെ ഉള്ളിൽ തന്നെ. കാരണം ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ ഈ ശൂന്യത ദൈവത്തിൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയും ആ ശൂന്യതയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യൻ സ്വസ്ഥമായിരുന്നു, ശാന്തമായിരുന്നു, പ്രസന്നമായിരുന്നു. ഇതിനെയാണ് ഏദൻ തോട്ടം എന്ന് പറയുന്നത്. പറുദീസ നിങ്ങൾ ഭൂമിയിൽ എങ്ങും അന്വേഷിച്ചാൽ ഈ ഏദൻ തോട്ടം കാണത്തില്ല. അത് നമ്മുടെ ഉള്ളിലാണ്. ഇതൊരു അനുഭവമാണ്. ഏദൻ തോട്ടം അനുഭവമാണ്. അല്ല സയൻസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ എവിടെയായിരുന്നു ഏദൻ തോട്ടം. കാണില്ല. ഏദൻ തോട്ടം ഈസ് ആൻ എക്സ്പീരിയൻസ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു അനുഭവമാണ് ഏദൻ തോട്ടം. അതിപ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോഴും പറുദീസയില്ല. ഈ ശരീരം അങ്ങ് പോകുന്നേ ഉള്ളൂ. ഈ പറുദീസയും കൊണ്ടല്ലേ നമ്മൾ പോണേ. അതിൻ്റെ ഇടയ്ക്ക് ചില പാതാളം കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില പാതാളമാണ് കൂടുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ശരീരം അങ്ങ് മാറിക്കഴിയുമ്പോൾ ഈ പാതാളത്തിൻ്റെ അവസ്ഥ കൂടുതലുള്ളവരെ ആ പറുദീസയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതും. പറുദീസയുടെ അനുഭവത്തിൽ കൂടുതലായിരിക്കുന്നവർ പാതാളത്തിൻ്റെ അനുഭവത്തിൽ ഇരിക്കുന്ന നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി അവർ മധ്യസ്ഥത യാചിക്കുന്നതും. പരിമലത്തിൽ ബീവി പോലുള്ളവർ അല്ല പിടിയിട്ടിയ ഒന്നും പിടിയിട്ടില്ല. കണ്ണാട് കളയുന്നുണ്ട്. അല്ലതെ ചിലപ്പോൾ അകത്തെ ഇന്ദ്രിയങ്ങൾ ആക്ടിവേറ്റ് ആവുന്നുണ്ടായിരിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലാണ് ഈ ശൂന്യതയെങ്കിൽ, ഞാൻ കണക്കിലൊക്കെ എക്സ് വേരിയബിൾ എടുത്ത് വർക്കൗട്ട് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണക്ക് പഠിച്ചവർക്കറിയാം. ചില തിയറികൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സോ ആൻഡ് സോ എന്ന് പറഞ്ഞുകൊണ്ട് വാല്യൂ കൊടുക്കും. എന്ന് പറയുന്ന പോലെ തൽക്കാലം ദൈവം എന്ന് പറയുന്ന ഒരു വലിയ പൂജ്യമായിട്ട് ഞാൻ വിചാരിക്കാം. ഇതാണ് ദൈവം എന്ന് വിചാരിക്കാം. ഇതിനകത്തൊരു ചെറിയ ശൂന്യത, ചെറിയ പൂജ്യം മനസ്സിൽ കണ്ടോ? കണ്ടോ? അപ്പം ഇവിടെയാണ് സൃഷ്ടി. നമ്മളും എല്ലാം നിൽക്കുന്ന അവിടെയാണ്. മനസ്സിലായോ? ഈ വലിയ സംഗതിയാണ് പിതൃത്ര പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന ത്രിയേക ദൈവം. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ നാളെ തൊട്ട് ദൈവത്തിന് ഇങ്ങനെ ഒരു വലിയ ഇതിനകത്താക്കി ഇവിടെ വയ്ക്കല്ലേ. ദൈവം അങ്ങനെയൊന്നും നിൽക്കുന്ന ആളെ അല്ല. ചില കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു എക്സാമ്പിൾ എടുക്കുന്നുള്ളേ ഉള്ളൂ. അപ്പം ഇതിനകത്തൊരു ചെറിയ പൂജ്യത്തിൽ സൃഷ്ടി. ഇതാണ് സൃഷ്ടി. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സൃഷ്ടിയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായാൽ അത് ആരെയും കൂടെ ബാധിക്കും. പിതാപുത്രൻ പരിശുദ്ധയും ബാധിക്കും. കാരണം അവൻ്റെ ഉള്ളിലായിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഈ ഞാൻ എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തെ ബാധിക്കും. അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. പെട്ടെന്ന് ആശുപത്രിയിൽ പോകുന്നു, പെട്ടെന്ന് വേണ്ടിയത് ചെയ്യുന്നു, ക്രമങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ്. എന്ന് പറയുന്നത് ദൈവത്തെയും ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം അല്ലാതെ സൃഷ്ടിയിലുള്ള എല്ലാം ദൈവത്തിനുള്ളിലിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് വിശുദ്ധിയുടെ ട്രാൻസ്മിഷൻസ് ഉണ്ട്. ദൈവം ഈ സൃഷ്ടിയിലേക്ക് വ്യാപരിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം സൃഷ്ടിയിന്മേൽ, ദൈവത്തിൻ്റെ ഉള്ളിലിരിക്കുന്നു,
ആ സൃഷ്ടിയുണ്ടല്ലോ, അതിലേക്ക് വ്യാപരിപ്പിക്കുന്നത് എന്താ? തേജസ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ആ സൃഷ്ടിയിൽ മുഴുവൻ ദൈവം കൊടുക്കുക. മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സംഗതിയെപ്പറ്റി നിങ്ങൾക്ക് എന്താ ധാരണ? 10 മിനിറ്റ് കൂടെ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന എന്തോ ഈ പരിശുദ്ധാത്മാവ് എന്തു? ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് എന്തു? അപ്പം ദൈവം എന്തു? ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്. അപ്പം ദൈവവും ആത്മാവല്ലേ? അത് പോട്ടെ, അതിലേക്കൊന്നും പ്രവേശിക്കുന്നതെങ്ങും തീരുകയില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ തന്നെ എടുക്കാം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ ഭാഷയിൽ ഇതൊരു ഭയങ്കര പവർഫുൾ എനർജിയാണ്. അന്ന് ഗ്രീക്ക് ഭാഷയിൽ പരിശുദ്ധാത്മാവിനെ അവർ വിളിക്കുന്നത് തന്നെ എനർഗിയ എന്നാണ്. എനർഗിയ എന്ന് പറഞ്ഞാൽ ദ സോഴ്സ് ഓഫ് ഓൾ എനർജീസ് എന്നാണ്. എല്ലാ എനർജിയുടെയും ഉറവിടം. സൂര്യനിൽ എന്തുമാത്രം എനർജി ഉണ്ടോ അതിൻ്റെ ഉറവിടം. നമുക്ക് അങ്ങനെ മാക്സിമം കാണാൻ പറ്റുന്നുള്ളൂ. കാരണം സൃഷ്ടിയിൽ അതിനപ്പുറത്തുള്ള എന്തൊക്കെ ഉണ്ടോ നമുക്കറിയില്ല. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ആ ദൈവത്തിൽ നിന്ന് ഒരു ഫോഴ്സ് ഇറങ്ങി വരുമ്പോൾ ചെറിയ നിസ്സാരക്കാരനൊന്നും ആയിരിക്കില്ല. ഹൈലി പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണത്. ആ പവറിൽ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ സൃഷ്ടി ഇതിനുള്ളിൽ ഇരിക്കല്ലേ, സൃഷ്ടിക്ക് താങ്ങത്തില്ല, അത്രയ്ക്ക് പവർഫുള്ളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഫാനും ലൈറ്റും ഒക്കെ ഇവിടെ കറങ്ങുന്നുണ്ടല്ലോ, എത്ര വോൾട്ട് വേണം ഇതിന്? എത്ര വോൾട്ട് വേണം? ഇലക്ട്രിസിറ്റി ബില്ല് വേറെയല്ലേ? ഒരു വീട്ടിൽ വന്ന് 500 രൂപ ഫൈനടിച്ചു വെച്ചു. ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാറില്ലേ? നിങ്ങൾ ഇതിന് എത്ര വോൾട്ട് വേണമെന്ന് അറിയത്തില്ല ഇത് കറങ്ങാൻ. അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. വിനോദയാത്ര എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കാണണം. അച്ഛൻ സിനിമയൊക്കെ കാണുന്നു. ഇലക്ട്രിസിറ്റിയുടെ വോൾട്ട് എത്രയെന്നറിയില്ല. ഇല്ല. ഇവിടെ കറങ്ങാൻ, ഈ ഫാനിന് കറങ്ങാൻ അല്ലെങ്കിൽ ഈ ലൈറ്റിന് കത്താൻ എത്ര വോൾട്ട് വേണം? 200 ഓക്കെ 220 അല്ലെ 230. 230 അതിൻ്റെ ശരിയായ കണക്ക്. 230 വോൾട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഇത് കൃത്യമായി കറങ്ങും, കൃത്യമായി കത്തും, കൃത്യമായി സൗണ്ടൊക്കെ വരും. 231 ആയാൽ ഈ ബൾബിനകത്തൊരു ഫിലമെന്റ് ഉണ്ട്, അത് കത്തിക്കും. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണെന്നറിയാമോ? അതും അറിയത്തില്ല. ഇതൊന്നും അറിയത്തില്ല. സ്വിച്ച് ഇടുന്നു, ലൈറ്റ് എത്തുന്നു. ഇത് തന്നെ നമ്മുടെ ആരാധനയിൽ സംഭവിച്ചിരിക്കുന്നു. സ്വിച്ച് ഇടുന്നു, ലൈറ്റ് എത്തുന്നു. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? വെള്ളത്തിൽ നിന്നാണെന്ന് എനിക്കും അറിയാം. എവിടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്? പവർ ഹൗസിൽ നിന്നാണെന്നും എനിക്കറിയാം. എവിടെയാണ് സ്ഥലം? ഉടക്കിയോ? ഇടുക്കി വൈദ്യുതി ഹൈഡ്രോ ഇലക്ട്രോണിക് പ്രോജക്റ്റ് ഇടുക്കി. അപ്പം മൂലമറ്റൊന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഈ കറണ്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എത്ര ആണെന്ന് അറിയാമോ? പവർ സ്റ്റേഷനിൽ ലക്ഷക്കണക്കിന് കിലോ വാട്ട്സ് ഉള്ള ലാക്സ് ഓഫ് കിലോ വാട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. വേറെ 230 വോൾട്ടേജ് നിങ്ങൾ ആരും തൊട്ട് നോക്കരുത്. അടിച്ചിട്ടുണ്ട് ആരെങ്കിലും കറണ്ട്. ഇത് മതി മനുഷ്യൻ മരിക്കാൻ. 2 മിനിറ്റ് അത് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി, ആളുടെ തീരുമാനമാവും. യൂറോപ്പിലൊക്കെ ട്രെയിൻ ഓടുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടാണ്, മുഴുവൻ ഭൂമിക്കടി കൂടാ. ഓൾ ഡിസ്റ്റൻസ് ഈസ് കവേർഡ് അണ്ടർഗ്രൗണ്ട്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ട്രെയിൻസ് ഇതെല്ലാം ഇലക്ട്രിസിറ്റി നമ്മളുടെ ട്രെയിൻ റൂട്ട് മേളിൽ കൂടെ അല്ല കമ്പി വലിച്ചേക്കുന്നത്, പിന്നെയോ താഴെ കൂടെ 2 പാളത്തിൻ്റെ ഇടയ്ക്ക് 3ാമതൊരു പാളം കൂടെ കാണും. പാളത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ, ഇത് ഏതാ പാളം തിരിച്ചറിയത്തില്ല. അതുപോലെ നടുക്കൂടായതുകൊണ്ട് മാത്രം അറിയാം അതിൽ കൂടെ ടയർ ഓടുന്നില്ല എന്നുള്ളത്.
അത്രയും കട്ടിയുണ്ട്, പാളത്തിൻ്റെ അത്രയും കട്ടിയുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? അതേ കൂടെ പാസ് ചെയ്യുന്നത് 1000 കിലോവോൾട്ടാണ്. ഞാൻ യൂറോപ്പിൽ പള്ളിയിൽ വികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ആത്മഹത്യകൾ അവിടെ നടക്കാറുണ്ട്. കൂടുതൽ പേരും ചെയ്യുന്നത് ഇതേ വ്യക്തി ആടുക എന്നുള്ളതാണ്. ട്രെയിനിൻ്റെ മുമ്പിലല്ല, പാളത്തിലോട്ട് ഉമ്മ എടുത്തങ്ങി ആടുക എന്നുള്ളതാണ്. സ്പോട്ടിൽ കരിഞ്ഞു പോകും, ചാരമായിട്ട് എടുത്തുകൊണ്ട് പോകണം. വെറും 1000 വോൾട്ടിന് അത്രയും പവറാണെങ്കിൽ ലക്ഷക്കണക്കിന് വോൾട്സിന് എന്തുമാത്രം പവറായിരിക്കും. എന്നാൽ ആ ലക്ഷക്കണക്കിന് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി സ്റ്റേഷനിൽ തന്നെയാണ് ഇവിടെ വരുന്നത് 230 വോൾട്ടായിട്ട്. അതപ്പോൾ എവിടെ ഇടയ്ക്ക് എന്തോ പറ്റിയല്ലോ, അതെന്ത് പറ്റി? അവിടെ നിന്ന് വിടുന്ന ലക്ഷക്കണക്കിന് വോൾട്ട്സ് ആണെങ്കിൽ ഇവിടെ വരുമ്പോഴും അത്രയും കാണണം. അത്രയും വന്നു കഴിഞ്ഞാൽ ഈ ദേശം കരിഞ്ഞു പോകും. പിന്നെ ഇവിടെ എന്ത് പറ്റി? ഇടയ്ക്ക് എന്ത് പറ്റി? ഹൂ റെഡ്യൂസ് ദ വോൾട്ട്സ്? ആരെ ഇത് കുറച്ച് തുടങ്ങുന്നത്? പലതായിട്ട് വിഭാഗിക്കുമ്പോൾ ഇത് കുറയത്തില്ല. ഇവിടെ ഇപ്പം പലതായിട്ട് വിഭാഗിച്ച് എല്ലാ വീട്ടിലും 230 തന്നെയല്ലേ പോകുന്നത്. ഇവിടെ ഇട്ട് 230 കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ 100 കിട്ടുന്നത് അല്ലല്ലോ. ആരോ ഒരാൾ ഇതിനെ ഫിൽട്ടർ ചെയ്ത്, ആരാണെന്ന് പറയാമോ? നിങ്ങൾക്ക് ഇത് ഈ പ്രയോഗങ്ങളൊന്നും, നിങ്ങൾ ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്ത്രീകൾ അടുക്കളയിലാണ് കൂടുതൽ വ്യാപാരം. ട്രാൻസ്ഫോമർ അത് തന്നെ. ഇടയ്ക്ക് സബ്സ്റ്റേഷൻസ് ഉണ്ട്. ട്രാൻസ്ഫോമറിലാണ് നേരിട്ട് കറണ്ട് വരുന്നത്. ആ ട്രാൻസ്ഫോമറിൽ നിങ്ങൾ വലിയ ട്രാൻസ്ഫോമർ, മെഗാ ട്രാൻസ്ഫോമേഴ്സ് കണ്ടിട്ടുണ്ടോ? റോഡിൽ വെച്ചിരിക്കുന്നതല്ല, സബ്സ്റ്റേഷൻസിലുണ്ട്. അത് ഈ കറണ്ട് സ്വീകരിച്ചിട്ട്, കാരണം ട്രാൻസ്ഫോമർ മാത്രമേ അത്രയും പവർ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അത് സ്വീകരിച്ചിട്ട് അവിടുന്നാണ് ഓരോ വീടുകളിലും ആവശ്യമുള്ള അത്ര പാകമായ രീതിയിൽ ഇത് കൊടുത്തു വിടുന്നത്. മനസ്സിലായോ? അപ്പം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി സ്വീകരിക്കാൻ ഒരാൾ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. കാരണം നേരിട്ട് ഇങ്ങോട്ട് വന്ന് കത്തിപ്പോകും എന്ന് പറയുന്നത് പോലെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും പെട്ടെന്ന് കാരണം. ചില സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ കേട്ടോ, കറണ്ടൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സൈലൻ്റായിട്ടിരുന്നാൽ മതി. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഭയങ്കര പവർഫുള്ളാണത്. ഇപ്പം ജനറേറ്ററിൻ്റെ സൗണ്ട് കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും കേൾക്കുകയില്ല. അപ്പോൾ ഈ പിതാവെന്ന് പുറപ്പെടുന്ന ഈ ശക്തി നേരിട്ട് സൃഷ്ടിയിലേക്ക് വന്നാൽ, നിങ്ങൾ ആ ഗ്ലോബ് മനസ്സിൽ കൊണ്ടുവന്നുള്ളൂ. അകത്തിരിക്കുകയാണ് ചെറിയ സൃഷ്ടി. അപ്പോൾ ഫുൾ പവറിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇത് താങ്ങത്തില്ല, ഈ സൃഷ്ടി താങ്ങത്തില്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ പവർ സത്യത്തിൽ സൃഷ്ടിക്ക് താങ്ങാവുന്നതല്ല, അപ്പുറമാണ്. ഇലക്ട്രിസിറ്റി താങ്ങുന്നില്ല, പിന്നല്ലേ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചവൻ്റെ ശക്തി. അപ്പം ഇതാരോ ഒരാൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇതിനെ പിടിച്ച് നിയന്ത്രിച്ചിട്ട് സൃഷ്ടിക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നുണ്ട്. ഈ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന അതേ ശക്തിയാണ്, അതേ ആത്മാവാണ് സൃഷ്ടിയിലേക്ക് വരുന്നത്. പക്ഷേ സൃഷ്ടിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആത്മാവിന് താങ്ങാൻ പറ്റുന്നതേ തരത്തുള്ളൂ. അപ്പം അതാരാണ് അത് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരോ നിന്ന് എന്തോ ഒരു പ്രക്രിയ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സൃഷ്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് സൃഷ്ടിക്ക് താങ്ങാൻ പറ്റാത്തതായ ഈ ശക്തി താങ്ങുവാൻ പറ്റുന്ന ഒരു സബ്സ്റ്റേഷൻ, ഒരു ട്രാൻസ്ഫോമർ ഇടയ്ക്ക് നിൽക്കുന്നു. ആ ട്രാൻസ്ഫോമറാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് മാത്രമേ ഈ ശക്തിയെ താങ്ങാൻ പറ്റത്തുള്ളൂ. അത് മേലിൽ നിന്ന് താഴോട്ടുള്ളതല്ലോ. ഇനി താഴെ നിന്ന് മേലോട്ടൊരു റൂട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? നിങ്ങൾ നാളെ വിശുദ്ധ ബലി ഇവിടെ അർപ്പിക്കുന്നു. വിശുദ്ധ ബലി ആർക്കാണ് അർപ്പിക്കുന്നത്? എത്ര പോലെ കഴിക്കും? വായിക്കാം. ദൈവത്തിന്. കുറച്ചും കൂടെ ഒന്ന് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുക, അനലിറ്റിക്കലായിട്ട് പറയാമോ? പിതാവാം ദൈവത്തിനാണ് അർപ്പിക്കുന്നത്. നാളെ തൊട്ട് ശ്രദ്ധിച്ചോണം.
ആരാധന തുടങ്ങുന്നത് എപ്പോഴാണ്? രാവിലെ പ്രഭാതനമസ്കാരത്തോടുകൂടി സന്ധ്യാനമസ്കാരത്തോടുകൂടിയൊക്കെ തുടങ്ങും. ഞാൻ പറയുന്നത് വിശുദ്ധ കുർബാന മറിയന്തിയിലേക്കോ യുഹാനന്ദാന്തോ ചൊല്ലുന്നത് വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്നു. എന്നാൽ കുർബാനയുടെ പ്രധാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത് യാചിക്കേണ്ട സമയത കഴിഞ്ഞ് പട്ടക്കാരൻ ദർഗയിലേക്ക് കയറി വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് വരെ നമ്മളെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കുവാണ് സത്യത്തിൽ. അപ്പോൾ യാചിക്കേണ്ട സമയമിത എന്നുള്ള ആ പാട്ടിന് മുമ്പുള്ള ഭാഗം വരെ ദൈവത്തിൽ, പുത്രനിൽ, പരിശുദ്ധ റൂഹായിൽ വിശ്വാസമൊക്കെ ഉറപ്പിച്ച് അതിനു മുമ്പ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥനാപൂർവം ഒരു ദയാഹർജിയും കൂടെ സമർപ്പിച്ചിട്ടാണ് വിശുദ്ധ കുർബാനയിലേക്ക് കയറുന്നത്. ദയാഹർജി എന്ന് ഞാൻ പറയുന്നത് പ്രൊമിയോൻ സദ്രായാണ്. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ പിന്നെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ കരുണയാൽ എന്നെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയതുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള എൻ്റെ സകല ജനത്തിൻ്റെയും പാപങ്ങളെ നീ മായിച്ച് കൃത്യനായിട്ടോവേ ദൈവമോ നീ എൻ്റെ മേൽ കരുണ ചെയ്യണമേ. അങ്ങനെയുള്ള പ്രാർത്ഥന, ദീർഘമായ പ്രാർത്ഥന വിശ്വാസങ്ങളായി വാങ്ങിപ്പോകട്ടെയും എല്ലാവരുടെയും ഓർത്ത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. തൂങ്ങിച്ചാവാൻ പോകുന്നതിന് മുമ്പ് ദയാഹർജി കൊടുക്കുന്ന പോലെ. കാരണം നമ്മൾ ആരാധന അർപ്പിക്കുന്ന പിതാവാം ദൈവത്തിനാണ്. പിതാവ് ഈസ് ഈക്വൽ ടു ശുദ്ധി. അവിടെ അശുദ്ധിയും കൊണ്ട് എന്നാൽ സ്വീകരിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രൊമിയോൻ സദ്രായുടെ പ്രാർത്ഥനകളുടെ അവസാനം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും എന്ന് പറയുമ്പോൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? നിനക്കും നിന്റെ പിതാവിനും എന്ന് പറയുമ്പോൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ആരോടാ? ദൈവത്തോടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വളരെ അനലിറ്റിക്കലായിട്ട് പറയണം. നിനക്കും നിന്റെ പിതാവിനും എന്ന് പറയുമ്പോൾ ആരോടാ നമ്മൾ പറയുന്നത്? പുത്രനോട്. അതുകൊണ്ടല്ലേ നിനക്കും നിന്റെ പിതാവിനും എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ആരാധന തുടങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാചിക്കേണ്ട സമയത എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അവസാനത്തെ പ്രാർത്ഥന എന്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ തൊട്ട് ശ്രദ്ധിച്ചോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും എന്ന് പറയുമ്പോൾ ആരോടാ? പിതാവിനോടാ. ഇതാ ഞാൻ പറയുന്നത്. ആരാധന പിതാവിനാണ്. ഇത് വെറുതെ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനമൊന്നുമല്ല. അതുകൊണ്ടാണ് പട്ടക്കാരനോട് ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തക്സ ഇല്ലാതെ വിശുദ്ധ കുർബാന ചൊല്ലരുത്. കാണാതെല്ലാം ചിലപ്പോൾ അറിയാമായിരിക്കും. ഒരു 50 വർഷം ചൊല്ലി കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാം കാണാതാകുമായിരിക്കും. എന്നാലും തക്സ ഇല്ലാതെ ചൊല്ലരുത്. 85 വയസ്സുള്ളപ്പോഴും കാലം ചെയ്ത തിരിയം ബാവ ഏത് ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പും അതിൻ്റെ തലേന്ന് ശുശ്രൂഷ എടുത്ത് മറിച്ചു നോക്കും. ഓരോ പേജും മറിച്ചു നോക്കും. എന്താ കാണാൻ അറിയാൻ വേണ്ട, എല്ലാം അറിയാം, എന്നാലും മറിച്ചു. അതത്ര കൃത്യമാണ്. അതുകൊണ്ടാണ് ഇത് ചില മന്ത്ര ക്രമീകരണങ്ങളാണ്. അത് വിധി പോലെ ചെയ്യണം. വിധി പോലെ ചെയ്യുമ്പോഴേ അതിന് വിധി പോലെ സന്തോഷത്തോടുകൂടി അർപ്പിക്കുമ്പോഴാണ് അതിന് പൂർണ്ണതയുണ്ടാകുന്നത്, അതിന് ശ്രേഷ്ഠതയുണ്ടാകുന്നത്. അപ്പോൾ പിതാവാം ദൈവത്തിന് ബലി അർപ്പിക്കുമ്പോൾ പിതാവ് ശുദ്ധിയുള്ളവനാണ്, ശുദ്ധതയുടെ പൂർണ്ണതയാണ്, ശുദ്ധിയാണ്, വിശുദ്ധിയാണ്. അപ്പോൾ ഈ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അയൽവക്കത്തവനോട് പിണങ്ങി വന്നിട്ടുണ്ട്, അവനെ ചീത്ത വിളിച്ച് വന്നിട്ടുണ്ട്, വേണ്ടാത്തത് കണ്ടിട്ട് വന്നിട്ടുണ്ട്, വേണ്ടാത്തത് കേട്ടിട്ട് വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, സ്പർശിച്ചിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അതങ്ങനെയാണ്, അങ്ങനെയാവും. എത്ര പൂർണ്ണരാന്ന് പറഞ്ഞാലും പുറത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമല്ല അകത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ അശുദ്ധരാവാം. അതുകൊണ്ട് ആ പഴയ പിതാക്കന്മാരൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും ആരോടും മിണ്ടത്തില്ലായിരുന്നു. അത് ദേഷ്യം കൊണ്ടൊന്നുമല്ല. ആ വരുന്ന വഴിക്ക് നമ്മൾ മിണ്ടാതെ പോയി കഴിഞ്ഞാലും നമ്മളിൽ അശുദ്ധി കയറും. ഒരു വെള്ളയുടുപ്പിട്ടുകൊണ്ട്, ഇപ്പം ഞാൻ ഈ കുപ്പായം രാവിലെ നനച്ച് തേച്ചെടുത്തിട്ടുകൊണ്ട് വന്നതാണ്. വീട്ടിൽ തിരിച്ച് ചെല്ലുമ്പോഴത്തേന് ഞാൻ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും പൊടി പറ്റും. അതങ്ങനെയാണ് ലോകത്തിൻ്റെ കിടപ്പങ്ങനെ എന്ന് പറയുന്നത് പോലെ നമ്മൾ മനസ്സിലും ആത്മാവിലും അഴുക്കുകൾ പറ്റാം. ആത്മാവിന് പറ്റിയല്ല, മനസ്സിന്മേൽ പറ്റാം. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ആ അറിഞ്ഞോ അറിയാതെയോ പറ്റിയിരിക്കുന്ന തെറ്റുകളെ, ആ തെറ്റുകളും വെച്ചുകൊണ്ട് ദൈവത്തിന് ബലിയർപ്പിച്ചാൽ ദൈവം അത് സ്വീകരിക്കത്തില്ല. എന്നാൽ നമ്മൾ
ഈ ബലി പട്ടക്കാരൻ തുയോബയിൽ തിരുശരീരങ്ങളെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറയുവാണ്, പിതാവാം ദൈവത്തിലേക്ക് ഈ ബലി വിശുദ്ധിയോടുകൂടി എത്തിച്ചു കൊള്ളണമേ എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന സമർപ്പിക്കുന്ന ബലിയിലെ അശുദ്ധി മുഴുവൻ ഏറ്റെടുത്ത് ഇപ്പോഴും ഏറ്റെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നതും ആരാണ്? 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 രണ്ടു പേർക്ക് ഞാൻ മനസ്സിലായല്ലോ. ആർക്ക്? നാണക്കേടാണോ പറയുന്നത്? യേശു ക്രിസ്തുവിന് അങ്ങനെയാണ്. അതാണല്ലേ ആ പ്രശ്നം. അതാണ് പറയാനങ്ങോട്ട് വയ്യ, ബുദ്ധിമുട്ടാണ്, ആ പൊങ്ങുന്നില്ല. ആരാണ്? കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെ പറയുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവ്. അതാരാ സകലത്തെയും ജീവിക്കുന്ന കർത്താവ്? സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് ആരാ? പിതാവ്. ഇനി ജീവിപ്പിക്കുന്നതാരാ? സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് എന്ന് പറയുന്ന ആരാ? അച്ഛനിങ്ങനെ ക്ലാസ് എടുത്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് ഞങ്ങൾ വരത്തില്ല. പരിശുദ്ധാത്മാവിനെയാണ് ജീവിപ്പിക്കുന്ന കർത്താവ്. പരിശുദ്ധാത്മാവാണ്. വിശ്വാസ പ്രമാണത്തിന്റെ 3 കണ്ണികയും 3 പേരെയും റെപ്രസെന്റ് ചെയ്യുന്നതാണെന്ന് അറിയാമോ? ആദ്യത്തെ കണ്ണിക പിതാവാം ദൈവത്തിലാണ്, രണ്ടാമത്തെ കണ്ണിക ദൈവത്തിന്റെ ഏകപുത്രൻ, മൂന്നാമത്തെ കണ്ണികയാണ് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും. അത് എവിടെ നിന്ന് പുറപ്പെടുന്നു? പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, പുത്രനിൽ നിന്നല്ല. പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നു. അതുകൊണ്ടാണ്, ഗ്രഹിക്കുമോ എന്ന് എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പെന്തിക്കോസ്തയുടെ ശുശ്രൂഷയിൽ നമ്മൾ കേൾക്കും, പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? കേട്ടേച്ച് ഒന്നും മനസ്സിലാവില്ലല്ലേ? പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിതാവിനാണ് പുറപ്പെടുന്നത്, പക്ഷേ സൃഷ്ടിയിലേക്ക് വരുന്ന പുത്രനിൽ നിന്നാണ്. മനസ്സിലായോ? അതാ അതിൻ്റെ അർത്ഥം. ഇതൊക്കെ അറിഞ്ഞിട്ടാ പിതാക്കന്മാരെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. അവരറിഞ്ഞത് ആത്മാവിലാണ്. അപ്പം ദൈവത്തിൽ നിന്നും വരുന്ന പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ പരിശുദ്ധാത്മാവിനെ കൃത്യമായി എടുത്ത് സൃഷ്ടിയിലേക്ക് കൊടുക്കുന്നതും, സൃഷ്ടിയുടെ പാപങ്ങൾ സ്വയമേ ഏറ്റെടുത്ത് അതിനെ ആ സൃഷ്ടിയുടെ സന്തോഷത്തെയും ബലിയെയും ശുദ്ധീകരിച്ച് പിതാവിലേക്ക് കൊടുക്കുന്നതും ആരാണ്? അങ്ങനെയാണെങ്കിൽ ഇത് പുത്രന് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിന് മനുഷ്യർക്കിടയിൽ ഏക മധ്യസ്ഥൻ ക്രിസ്തു എന്ന് പറയുന്നത് ഇതാണ്. അതും മാതാവ് ശുദ്ധന്മാർ നടത്തുന്ന മധ്യസ്ഥതയുമായി യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. മാതാവും ശുദ്ധന്മാരും പരിമളത്തിനുമേനിയും പർദീസയുടെ തലങ്ങളിലാണ് എപ്പോഴും. ദൈവത്തിൽ ശരീരം അവർ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ശരീരം അവർ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളും പർദീസയുടെ അനുഭവത്തിലാണ്. ആ അകത്തുള്ള സർക്കിളില്ലേ, ഞാൻ അതുകൊണ്ട് അത് അങ്ങനെ കാണാൻ പറഞ്ഞു. അകത്തുള്ള സർക്കിളിലാണ് ഇപ്പോഴും നമ്മളും അവർ വേണമെങ്കിൽ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവും, നമുക്കും വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പിതാവേ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. നമുക്ക് ചിലർക്ക് ഈ മർമ്മങ്ങൾ ദൈവം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ അകത്തിരിക്കുന്ന ചെറിയ സർക്കിളിനകത്താണ് ഈ മാതാവും വിശുദ്ധന്മാരും നമ്മളും എല്ലാവരും ഇപ്പോഴും. അതൊരു പർദീസയുടെ അനുഭവമാണ്. ഇനി വരുമാനിക്കുന്നവരും അവിടെ ഉണ്ട്. അപ്പം ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇവർ തമ്മിലുള്ള പ്രാർത്ഥനാ തലമുണ്ട്, ഇവരൊരുമിച്ച് ആരാധനയുണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ഇവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ്. സഭ മുഴുവനും എന്ന് പറയുന്ന അവരും നമ്മൾ പരിപാലിക്കുന്നതോടെ ചേർന്നാണ്. അവർ നടത്തുന്ന മധ്യസ്ഥം മനസ്സിലായില്ലേ? അത് ഇന്റർസെസറി പ്രേയേഴ്സാണ്, ഇന്റർസെഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര പ്രാർത്ഥന. നിങ്ങൾ ഇവരോട് പറയുന്നു, ഇവരവരോട് പറയുന്നു, അവരെന്നോട് പറയുന്നു. ഇതേ പ്രക്രിയ തന്നെയാണ് നമ്മൾ അവരോട് പറയുന്നത്. അവർക്ക് ശരീരമില്ലെന്നുള്ളതേ ഉള്ളൂ. അതും കർത്താവ് നടത്തുന്ന മധ്യസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തരുത്, ആകെ കുഴഞ്ഞു പോകും. അപ്പം ഈ മർമ്മം മനസ്സിലാക്കി കഴിഞ്ഞാൽ
പരിശുദ്ധനായ തിരുമേനിയുടെ മധ്യസ്ഥത കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, നിന്നെ പ്രസാദിപ്പിച്ച് ജീവിച്ച ശ്രേഷ്ഠനായ മഹാഗുരുവിൻ്റെ പ്രാർത്ഥനയും ജീവിതശൈലിയും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. അതാണ്. അല്ലാതെ പരിമളത്തിന്മയോട് ആരും പ്രാർത്ഥിക്കുന്നില്ല. പരിമളത്തിന്മേനി ആരെയും പ്രാർത്ഥന ഏർപ്പത്തുമില്ല. നിങ്ങളങ്ങനെ വിചാരിക്കണ്ട. ചില ഓഡിയോ കാസറ്റുകളിലൊക്കെ വളരെ തെറ്റായ പ്രചരണങ്ങൾ അല്ലെങ്കിൽ രീതിയിൽ പ്രാർത്ഥനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പരിമൾ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അല്ല പരിമൾ തിരുമേനിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പരിമൾ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങൾക്കും പരിമൾ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാനങ്ങനെ പറയും. മാതാവിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. മാതാവ് ജീവിതകാലത്തിൽ വന്നു പോയിട്ടില്ല, എൻ്റെ അമ്മച്ചിയുടെ പിഴവുകളെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് എന്താണ് കുറവ്? കുഴപ്പം? ഒരു കുഴപ്പമില്ല. മാതാവിന് പിഴവുകളൊന്നും വന്നിട്ടില്ല. വന്നിട്ടുണ്ടാവും. പക്ഷേ മാതാവ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീരത്നമാണ്. അപ്പോൾ അതുപോലെ വിശുദ്ധിയുള്ളവളായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാതാവിനോട് മധ്യസ്ഥത അപേക്ഷിക്കുന്നു എന്നേ ഉള്ളൂ. അതും കർത്താവിന് മധ്യസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തി വിശുദ്ധന്മാരുടെ സഖ്യത എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അവിടെ സഖ്യതയില്ല എന്ന് പറയുന്നവർക്കും ഉണ്ടത്. അതില്ലാതെ പറ്റുകയില്ല. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ ഈ ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വീടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അയ്യത്തോ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ശ്രദ്ധിക്കും. ഒരു തെങ്ങ്. നേരിട്ട് നോക്കുമ്പോൾ എന്തെല്ലാം കാണാം? തെങ്ങിൽ ഒരു തടി കാണാം, മേളിൽ ഓല കാണാം, കായുണ്ടെങ്കിൽ കാ കാണാം, തേങ്ങ കാണാം. അത്രയേ ഉള്ളോ തെങ്ങ്? ഇത്രയേ ഉള്ളോ? ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമ്മൾ കാണുന്നില്ല സത്യത്തിൽ. എന്താണ് അതിൻ്റെ വേര്? അതില്ലെങ്കിൽ അതവിടെ നിൽക്കൂ. അത് നിൽക്കുകയില്ല. ഇപ്പം തെങ്ങ് കാണുന്നതെന്ന് പറയും, ഇത് ഈ കാണുന്നതേ ഉള്ളൂ തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേര് ഇല്ലാതെ അവിടെ നിൽക്കുന്നില്ല എന്നുള്ള സത്യം അവൻ തിരിച്ചറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ അജ്ഞത എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല ഇതിനകത്ത്. കായില്ലാത്ത തെങ്ങയെ നോക്കി അതിലൊരിക്കലും കാ വരത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്തെങ്കിലും തേങ്ങ വരും. അപ്പോൾ തെങ്ങയിൽ തേങ്ങയുണ്ട്. തേങ്ങ ഇല്ലാത്ത തെങ്ങാണെങ്കിൽ തേങ്ങ വരും. അതാണ് വരുവാനുള്ളവർ. ഇപ്പോൾ തെങ്ങെന്ന് പറയുമ്പോൾ ഇത് മുഴുവനും ചേർന്നാലേ തെങ്ങാവത്തുള്ളൂ. സഭ എന്ന് പറയുന്നവർ കാണപ്പെടാത്ത ഒരു വലിയ നമ്മുടെ ഈ പുറമേ ഇന്ദ്രിയങ്ങൾക്കുണ്ട്. അവരെ കാണാം, അകത്തെ ഇന്ദ്രിയങ്ങൾക്കുണ്ട്. കാണപ്പെടാത്ത പുറത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അനേകർ സഭയിലുണ്ട്. അവരാണ് അതിൻ്റെ വേര്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന മൂലക്കല്ലും അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാന കല്ലിന്മേലുമാണ് പണിഞ്ഞിരിക്കുന്നത്. അല്ലയോ? ഇതിൽ യേശുക്രിസ്തുവിനെ മാത്രം എല്ലാവരും പിടിച്ചിരിക്കുക. അപ്പോസ്തലന്മാർ വേണ്ട, അടിസ്ഥാന കല്ലുകളൊന്നും വേണ്ട, അല്ലെങ്കിൽ വാങ്ങിപ്പോയവർ വേണ്ട. അങ്ങനെയില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ അതുണ്ട്. ഇപ്പോൾ തെങ്ങയെ നോക്കിയിട്ട് ഇത് മാത്രമാണ് തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേരിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. വേരുള്ളതുകൊണ്ട് അതങ്ങ് അവിടെ നിൽക്കുന്നത്. അതുപോലെ കാതരും എന്ന് പറയുന്ന പോലെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ വാങ്ങിപ്പോയവർ എല്ലാവരും വലിയൊരു വേരായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ മേളിൽ നമ്മളുണ്ട്. നമ്മളും ഒരിക്കലും ഈ വേരാവും. അന്നേരം തെങ്ങയിൽ വേറെ കാ വരും. അതിങ്ങനെ അടുത്ത വേരിലേക്ക് പോകും. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് രണ്ടാമത്തെ വരെ. അതിനുശേഷമാണ് ഈ സ്വർഗം. അതൊരു പരമാനന്ദ ലഹരിയാണ്. അതുകൊണ്ട് ഈ പെരുന്നാളുകൾ നമ്മുടെ ആത്മാവിനെ ദൈവത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, അങ്ങനെ ചേർത്ത് നിർത്തിയ വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയും കോട്ടയും കാവലും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നാളത്തെ ആരാധനയിൽ അവർ ഒരുമിച്ച് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ അഭിഷിക്തൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ക്രോണോസിന് ചുറ്റുമായി അവരും കൂട്ടും. തൊട്ടു പിന്നിലായി നമ്മൾ നിന്നുകൊണ്ട് സകലത്തിൻ്റെയും സൃഷ്ടാവും കാണപ്പെടുന്നതിൻ്റെയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ വിശുദ്ധരൂഹായുള്ള വിശ്വാസത്തിനപ്പുറത്തുള്ള അറിവിലേക്കും അഗാധമായ സ്നേഹത്തിലേക്കും വന്ന് ആത്മാവിൻ്റെ സുഷുപ്തിയുടെ അനുഭവതലത്തിൽ നിന്നുകൊണ്ട് പർദീസയുടെ അനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും. ഈ ഒരു ദിവസത്തെ സന്ദേശത്തിനായിട്ട് എനിക്ക് ഇവിടെ വരുവാൻ ഉള്ള സാഹചര്യം ഒരുക്കിത്തന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് തോമസ് അച്ഛനോടും ഈ ഇടവകയുടെ എല്ലാ മാനേജ് കമ്മിറ്റി
മറ്റുള്ള ഭാരവാഹികളുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിക്കുകയും ദൈവം ചെയ്യുക.